അങ്ങനെ RSP പിളർപ്പിൻ്റെ വക്കിൽ ഏകദേശം പിളർന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. RSP ഇപ്പോൾ UDFിനോട് ആവശ്യപ്പെട്ട മണ്ഡലം കൊല്ലമാണ്. കൊല്ലം നിയോജക മണ്ഡലം തങ്ങൾക്ക് നൽകണമെന്നും ബാക്കിയുള്ള 5 സീറ്റുകളിൽ RSPക്ക് പൊതുവെ കൊടുക്കുന്ന 5 സീറ്റുകളിൽ ഏത് സീറ്റ് വേണമെങ്കിലും വെച്ച് മാറാമെന്നുമാണ് RSP UDFിനോട് പറഞ്ഞിരിക്കുന്നത്. UDF അതിന് അനുകൂലമായ പച്ചക്കൊടി വീശിയിട്ടില്ല. കാരണം RSP UDFിനെ സംബന്ധിച്ചിടത്തോളം ദുർബലമായ ഒരു ഘടകകക്ഷിയാണ്. ദുർബലമായ ഒരു ഘടകകക്ഷി പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യം സ്വീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ RSP ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം ചവറയിൽ ഇനി മത്സരിക്കാനുള്ള മനസാന്നിധ്യം, ആത്മബലം അദ്ദേഹത്തിനില്ല. 2 പ്രാവശ്യമാണ് അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടത്. വിജയൻപിള്ളയോടും പരാജയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ളയോടും പരാജയപ്പെട്ടു. ഇനി നിന്ന് കഴിഞ്ഞാൽ പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പ്. അതുകൊണ്ട് ഷിബു ബേബി ജോൺ സുരക്ഷിത മണ്ഡലം UDFിനോട് ചോദിച്ചു. അത് കൊല്ലമാണ്. കൊല്ലത്ത് ഷിബു ബേബി ജോൺ നിന്ന് കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ കൊല്ലം വിട്ടുകൊടുക്കാൻ UDF തയ്യാറാകുന്നില്ല. ഇവിടെയാണ് RSP പിളരുന്നതിൻ്റെ കാരണം. ഇവിടെയാണ് RSP പിളർപ്പിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നത്. NK പ്രേമേന്ദ്രൻ ഇപ്പോൾ ലോക്സഭ MP ആണ്. അദ്ദേഹം ഓരോ തവണ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോഴും കൊല്ലത്ത് നിന്ന് മത്സരിക്കുമ്പോഴും അദ്ദേഹം വലിയ വിജയം നേടി അദ്ദേഹം ലോക്സഭയിലേക്ക് പോകും. ലോക്സഭയിലേക്ക് പോവുക മാത്രമല്ല, RSPയുടെ ശബ്ദം അദ്ദേഹം ലോക്സഭയിൽ കേൾപ്പിക്കുകയും ചെയ്യും. പക്ഷേ അത് ഒരു ഒറ്റയാൻ്റെ ശബ്ദമായി അവശേഷിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെയുള്ള RSPക്കാർ അത് സമ്മതിക്കില്ല. പ്രേമചന്ദ്രൻ്റെ ഒരു ആഗ്രഹം തിരികെ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന് ചവറയിൽ നിന്ന് മത്സരിച്ച് UDFന് അധികാരം കിട്ടുമെങ്കിൽ മന്ത്രിയാകാം എന്നതാണ്. അതാണ് പ്രേമേന്ദ്രൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് മറ്റ് RSPക്കാർ, ഷിബു ബേബി ജോൺ അടക്കമുള്ള RSPക്കാർ അംഗീകരിക്കുന്നില്ല, അവർ അംഗീകരിക്കത്തുമില്ല. അതുകൊണ്ട് പ്രേമേന്ദ്രൻ്റെ വഴി പ്രേമേന്ദ്രൻ തന്നെ സ്വീകരിക്കുന്നതാകും ഉചിതം. എന്തായാലും ഷിബു ബേബി ജോൺ ഇപ്പോൾ UDFന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ് അദ്ദേഹത്തിന് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അവസരം നൽകണം എന്നാണ്. അത് UDFന് അംഗീകരിക്കാൻ പ്രയാസമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് കൊല്ലം നിയോജക മണ്ഡലത്തിന് വേണ്ടി കച്ചമുറുക്കി ബിന്ദു കൃഷ്ണ അടക്കമുള്ള നേതാക്കൾ നിൽപ്പുണ്ട്. അവർ പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഷിബുവിന് ഒരൊറ്റ ആശ്രമേ ഉള്ളൂ LDFിൽ ചേക്കേറുക. ഈ പൊളിറ്റിക്സ് കേരള കഴിഞ്ഞ 2-3 എപ്പിസോഡ് RSP LDFിലേക്ക് പോകുന്നതിനെ പറ്റി സ്റ്റോറി ചെയ്തിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമായി മാറുകയാണ്. യാഥാർത്ഥ്യമായി മാറുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് അഭിമാനമുണ്ട്. കാരണം വലിയ വലിയ ചാനലുകൾ ഏറ്റെടുക്കാത്ത വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് അത് ജനങ്ങളിലേക്ക് വിടുകയും ജനങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഷിബു ബേബി ജോൺ പറയുന്നത് കൊല്ലത്ത് തനിക്ക് മത്സരിക്കണം എന്നാണ്. അത് UDF അംഗീകരിക്കില്ല. അംഗീകരിച്ചില്ലെങ്കിൽ ഷിബു ബേബി ജോൺ അപ്പച്ചാടും LDFിലേക്ക് പോകുമ്പോഴും ഷിബു ബേബി ജോണിൻ്റെ അഭ്യർത്ഥന അതുമാത്രമായിരിക്കും. LDF അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. കാരണം കൊല്ലത്ത് മുകേഷ് അത്ര കുളമാക്കി കളഞ്ഞു. കൊല്ലം നിയോജക മണ്ഡലം മുകേഷ് കുളമാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ പുതിയ ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഷിബു ബേബി ജോണിനെ പോലെയുള്ള ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. ചുരുക്കത്തിൽ ഷിബു ബേബി ജോണിനെ വിജയിപ്പിക്കാനുള്ള മാർഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് CPM. മറുവശത്ത് RSP എന്നത് പിളർപ്പിൻ്റെ വക്കിലായി പിളർന്നു കഴിഞ്ഞു. പ്രേമേന്ദ്രൻ ഡൽഹിയിൽ പോയി ലോക്സഭാ MP ആയി
10 ഡയലോഗൊക്കെ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കേരളത്തോട് പ്രേമേന്ദ്രന് വലിയൊരു താല്പര്യം ഇല്ല. പാർട്ടിയെ വളർത്താൻ പ്രേമേന്ദ്രന് വലിയൊരു താല്പര്യം ഇല്ല. RSP എന്ന പ്രസ്ഥാനം വംശനാശം സംഭവിച്ച സിംഹബാലൻ കുരങ്ങ് പോലെ ആയിരിക്കുന്നു. സിംഹബാലൻ കുരങ്ങ് പോലെയായ ആ പ്രസ്ഥാനം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ആ പ്രസ്ഥാനത്തിന് ഒരു MLA എങ്കിലും വേണം. നിർഭാഗ്യവശാൽ UDF പോയതിന് ശേഷം ഒരു MLA പോലും കിട്ടാത്ത അവസ്ഥയിലാണ് RSP. ഷിബു ബേബി ജോൺ ചവറയിൽ മത്സരിച്ച് തോറ്റത് RSPക്ക് ഇരുട്ടടിയായി മാറി. ഇരുട്ടടികൾ ഒരുപാട് ഏൽക്കുകയാണ് RSP. ഈ സാഹചര്യത്തിലാണ് RSP കളം മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൊല്ലത്ത് ഷിബു ബേബി ജോണിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ RSP കളം മാറ്റി ചവിട്ടും. LDF RSP ചേക്കേറും. ഞങ്ങൾ അതിനുള്ള സാധ്യതകൾ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ആ സാധ്യതകൾ യാഥാർത്ഥ്യമായി മാറുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ജനങ്ങൾക്കിടയിലേക്ക് വിട്ടതിൻ്റെ ചാരിതാർത്ഥ്യം. ഇതിപ്പോൾ വിടുന്നത് എക്സ്ക്ലൂസീവ് ന്യൂസ് ഒന്നുമല്ല, അന്ന് ഞങ്ങൾ വിട്ടതിൻ്റെ ബാക്കി പത്രം മാത്രമാണ്. കൊല്ലത്ത് ഷിബു ബേബി ജോൺ തനിക്ക് മത്സരിക്കണമെന്ന ആവശ്യം UDF ഉന്നയിച്ചു കഴിഞ്ഞു. UDF അതിനോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചിട്ടുമില്ല. UDF രീതിയിലേക്ക് പോകുന്നു. സതീശൻ്റെ ടീമും മറുവശത്ത് ഷാഫി പറമ്പിലിൻ്റെ യുവ ടീമും ഇങ്ങനെയായി തമ്മിലടിച്ച് നശിക്കുന്ന UDF നിന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് RSP നേതാവ് ഷിബു ബേബി ജോണും മനസ്സിലാക്കുന്നു. എങ്കിലും അദ്ദേഹം നിൽക്കുന്നത് കൊല്ലം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അവസരം UDF തനിക്ക് നൽകും എന്ന വിശ്വാസത്താലാണ്. അത് നടക്കില്ല എന്ന് UDF പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അറിവ്. അങ്ങനെയാണെങ്കിൽ ഷിബു ബേബി ജോൺ പോകുന്ന തട്ടകം LDF തട്ടകമായിരിക്കും. LDF സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട കാര്യമില്ല. ഷിബു ബേബി ജോൺ ചെന്ന് കഴിഞ്ഞാൽ ചവറയിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട കാര്യവുമില്ല. കൊല്ലത്ത് ഷിബു ബേബി ജോണിനെ നിർത്താൻ LDF പൂർണ്ണ സമ്മതമായിരിക്കും. കാരണം UDF ഓരോ വീക്ക്നെസ്സുകളും UDF സംഭവിക്കുന്ന ഓരോ തകർച്ചകളും ആയുധമാക്കി മാറ്റും പിണറായി വിജയൻ. ആയുധമാക്കി മാറ്റാൻ പിണറായി വിജയന് നല്ല കഴിവുണ്ട്. അതാണ് പിണറായിയുടെ പ്രത്യേകത. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലൈഫ് മിഷൻ, സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോഴും പിണറായി വിജയൻ കല്ല് പോലെ നിന്നു, ഇളകാതെ നിന്നു. അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്പുറം സംഭവിക്കുക എന്ന്. കോവിഡ് മഹാമാരി ആഞ്ഞു വീശിയപ്പോൾ പിണറായി വിജയൻ സ്കോർ ചെയ്തു. ഓഖി ആഞ്ഞു വീശിയപ്പോൾ പിണറായി വിജയൻ സ്കോർ ചെയ്തു. പ്രളയം കേരളത്തെ കവർന്നെടുത്തപ്പോൾ പിണറായി വിജയൻ സ്കോർ ചെയ്തു. അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന്. ഷിബു ബേബി ജോണിനെയൊക്കെ കയ്യിലിട്ട് അമ്മാനമാടാൻ പിണറായി വിജയന് സാധിക്കും. എന്തായാലും കൊല്ലത്ത് ഷിബു ബേബി ജോൺ മത്സരിക്കണമെന്ന് അദ്ദേഹം UDF നേതൃത്വത്തോട് പറഞ്ഞു. അവരത് ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഇല്ലെങ്കിൽ RSP പിളരും. ഷിബു ബേബി ജോൺ കൊല്ലത്ത് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു നേരത്തെ തന്നെ. ഇപ്പോൾ അത് ഉറപ്പായിരിക്കുന്നു. UDF ഷിബു ബേബി ജോണിനെ തള്ളിക്കളയുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഷിബു ബേബി ജോൺ LDF ചേക്കേറാനുള്ള മുഹൂർത്തവും നോക്കി ഇരിക്കുന്നു.